പ്രിയമുള്ളവരെ, വചനജ്വാല 1737 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജൂൺ 3 ബുധനാഴ്ച എല്ലാവർക്കും ഏറ്റവും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ തിരുഹൃദയ വണക്കമാസം 3-ാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്നത്തെ വചന വായനയിൽ എസെക്കിയേലിന്റെ പുസ്തകം 22-ാം അധ്യായം 11 മുതൽ 31 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. നിന്നിൽ അയൽവാസിയുടെ ഭാര്യയുമായി മ്ലേച്ഛത പ്രവർത്തിക്കുന്നവരുണ്ട്, മരുമകളെ പ്രാപിച്ച് അശുദ്ധയാക്കുന്നവരുണ്ട്, സ്വന്തം പിതാവിൽ നിന്ന് ജനിച്ച സഹോദരിയെ അശുദ്ധരാക്കുന്നവരുണ്ട്, നിന്നിൽ രക്തം ചിന്തുന്നതിനായി കോഴ വാങ്ങുന്നവരുണ്ട്, നീ പലിശ വാങ്ങുകയും ലാഭമുണ്ടാക്കുകയും അയൽക്കാരനെ ഞെരുക്കി സമ്പത്തുണ്ടാക്കുകയും ചെയ്യുന്നു. എന്നെ നീ വിസ്മരിച്ചിരിക്കുന്നു. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ആകയാൽ നീ നേടിയ കൊള്ളലാഭത്തെയും നീ ചൊരിഞ്ഞ രക്തത്തെയും പ്രതി ഞാൻ മുഷ്ടി ചുരുട്ടുന്നു. ഞാൻ നിന്നോട് എതിരിടുമ്പോൾ നിന്റെ ധൈര്യം നിലനിൽക്കുമോ? നിന്റെ കരങ്ങൾ ബലവത്തായിരിക്കുമോ? കർത്താവായ ഞാനാണ് ഇത് പറയുന്നത്, ഞാനിത് നിറവേറ്റുകയും ചെയ്യും. നിന്നെ ജനതകളുടെയും രാജ്യങ്ങളുടെയും ഇടയിൽ ചിതറിച്ചുകൊണ്ട് നിന്റെ അശുദ്ധി ഞാൻ തുടച്ചു മാറ്റും. ജനതകളുടെ മുൻപിൽ നീ നിന്നെ തന്നെ മലിനയാക്കും. അപ്പോൾ ഞാനാണ് കർത്താവ് എന്ന് നീ അറിയും. എനിക്ക് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി, മനുഷ്യപുത്ര, ഇസ്രായേൽ ഭവനം മുഴുവനും എനിക്ക് ലോഹക്കിട്ടമായി തീർന്നിരിക്കുന്നു. അവർ വെള്ളിയും ഓടും വെളുത്തീയവും ഇരുമ്പും കാരീയവും ഉരുക്കിയ ചൂളയിലെ കിട്ടം പോലെ ആയിരിക്കുന്നു. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ എല്ലാവരും കിട്ടമായി തീർന്നിരിക്കുന്നത് കൊണ്ട് നിങ്ങളെ ഞാൻ ജെറൂസലേമിന്റെ മധ്യേ ഒരുമിച്ച് കൂട്ടും. വെള്ളിയും ഓടും ഇരുമ്പും കാരീയവും വെളുത്തീയവും ചൂളയിൽ ഒരുമിച്ച് കൂട്ടി തീയൂതി ഉരയ്ക്കുന്നത് പോലെ നിങ്ങളെയും ഞാൻ അവിടെ ഒരുമിച്ച് കൂട്ടി എന്റെ കോപത്തിലും ക്രോധത്തിലും ഉരുക്കും. നിങ്ങളെ ഒരുമിച്ച് കൂട്ടി നിങ്ങളുടെ മേൽ എന്റെ കോപാഗ്നി ഞാൻ ചൊരിയും. അതിൽ നിങ്ങൾ ഉരുകും. ചൂളയിൽ വെള്ളി എന്ന പോലെ എന്റെ കോപാഗ്നിയിൽ നിങ്ങൾ ഉരുകും. കർത്താവായ ഞാൻ എന്റെ ക്രോധം നിങ്ങളുടെ മേൽ ചൊരിഞ്ഞിരിക്കുന്നുവെന്ന് അപ്പോൾ നിങ്ങൾ അറിയും. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, നീ അവളോട് പറയുക, ക്രോധത്തിന്റെ ദിനത്തിൽ വൃത്തിയാക്കപ്പെടാത്തതും മഴ പെയ്യാത്തതുമായ ഒരു ദേശമായിരിക്കും നീ. അവരുടെ മധ്യേ പ്രഭുക്കന്മാർ ഇരയെ ചീന്തിക്കീറി അലറുന്ന സിംഹത്തെ പോലെയാണ്. അവർ മനുഷ്യരെ വിഴുങ്ങുന്നു, സമ്പത്തും അമൂല്യ വസ്തുക്കളും കൈവശപ്പെടുത്തുന്നു. അവരുടെ മധ്യത്തിൽ അവർ പലരെയും വിധവകളാക്കുന്നു. അവരുടെ പുരോഹിതന്മാർ എന്റെ നിയമം ലംഘിക്കുന്നു. അവർ എന്റെ വിശുദ്ധ വസ്തുക്കളെ മലിനമാക്കുന്നു. വിശുദ്ധവും അശുദ്ധവും തമ്മിൽ അവർ അന്തരം കാണുന്നില്ല. നിർമ്മലവും മലിനവും തമ്മിലുള്ള വ്യത്യാസം അവർ പഠിപ്പിക്കുന്നില്ല. എന്റെ സാബത്തുകൾ അവർ അവഗണിക്കുന്നു. തന്മൂലം അവരുടെ ഇടയിൽ ഞാൻ അപമാനിതനായിരിക്കുന്നു. അവളിലെ പ്രമാണികൾ ഇരയെ കടിച്ചു ചീന്തുന്ന പെണ്ണായ്ക്കളെ പോലെയാണ്. കൊള്ളലാഭമുണ്ടാക്കാൻ അവർ രക്തം ചൊരിയുകയും
ജീവൻ നശിപ്പിക്കുകയും ചെയ്യുന്നു. അവളുടെ പ്രവാചകന്മാർ കർത്താവ് സംസാരിക്കാതിരിക്കെ കർത്താവ് ഇങ്ങനെ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടി വ്യാജ ദർശനങ്ങൾ കാണുകയും കള്ളപ്രവചനങ്ങൾ നടത്തുകയും ചെയ്ത് അവരുടെ തെറ്റുകൾ മൂടിവെക്കുന്നു. ദേശത്തെ ജനം പിടിച്ചു പറിക്കുകയും കൊള്ളയടിക്കുകയും ചെയ്യുന്നു. അവർ ദരിദ്രരെയും അഗതികളെയും ഞെരുക്കുന്നു. പരദേശികളെയും അന്യായമായി പീഡിപ്പിക്കുന്നു. ഞാൻ ആ ദേശത്തെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് കോട്ട പണിയാനോ കോട്ടയുടെ വിള്ളലിൽ നിലയുറപ്പിക്കാനോ തയ്യാറുള്ള ഒരുവനെ അവരുടെ ഇടയിൽ ഞാൻ അന്വേഷിച്ചു, എന്നാൽ ആരെയും ഞാൻ കണ്ടില്ല. അതുകൊണ്ട് ഞാൻ അവരുടെ മേൽ എന്റെ രോഷം ചൊരിഞ്ഞു. എന്റെ ക്രോധാഗ്നിയിൽ അവരെ ഞാൻ സംഹരിച്ചു. അവരുടെ പ്രവൃത്തിക്കുള്ള ശിക്ഷ ഞാൻ അവരുടെ തലയിൽ തന്നെ വരുത്തി. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് രക്തസാക്ഷികളായ വിശുദ്ധ ചാൾസ് ലവാങ്കായെയും കൂട്ടരെയും അനുസ്മരിക്കുന്ന പൊൻസുദിനമാണ്. ആഫ്രിക്കൻ യുവജനങ്ങളുടെ മധ്യസ്ഥനായിട്ടാണ് വിശുദ്ധ ചാൾസ് അറിയപ്പെടുക. 22 യുഗാണ്ടൻ രക്തസാക്ഷികളിൽ പ്രസിദ്ധനാണ് ചാൾസ് ലവാങ്ക. ഉഗാണ്ടൻ രാജാവിന്റെ വർഗവിരുദ്ധമായ പാപാധിനിവേശത്തിൽ നിന്നും 13നും 30നും മധ്യേയുള്ള യുവാക്കളെ സംരക്ഷിക്കുകയും കത്തോലിക്ക വിശ്വാസം ജയിലിൽ വെച്ച് അവരെ അഭ്യസിപ്പിക്കുകയും ചെയ്തതിനാണ് രാജാവായ മ്വാങ്വായുടെ ആജ്ഞാപ്രകാരം ചാൾസ് ലവാങ്കയെയും കൂട്ടരെയും ദഹിപ്പിച്ചു കളഞ്ഞത്. പ്രിയമുള്ളവരെ, ധീര രക്തസാക്ഷികളായ വിശുദ്ധ ചാൾസ് ലവാങ്കയെയും കൂട്ടരെയും അനുസ്മരിക്കുന്നതോടൊപ്പം ഉഗാണ്ടയിലെ 25 രക്തസാക്ഷികളെ കൂടി ഇന്ന് നമ്മൾ അനുസ്മരിക്കുന്നുണ്ട്. ഇവരുടെ എല്ലാം മധ്യസ്ഥം സ്വീകരിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ബുധനാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.